വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ ഞങ്ങളെ അരിത്മെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണികൾ, അതിൻ്റെ ഒന്നാമത്തെ പാർട്ടാണിത്. അതായത് അതിൻ്റെ ബേസ് എന്താന്ന് നമ്മളൊരു പാഠം എടുക്കുമ്പോൾ എന്തുവാ ഇത് എന്ന് ചോദിക്കത്തില്ലേ? അത് തന്നെ അരിത്മെറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണികൾ. ഇത് CBSEയുടെ ഒരു ചാപ്റ്ററാണ് ഞങ്ങളെ അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് കേട്ടോ, AP. അതായത് 5ാമത്തെ ചാപ്റ്ററാണ്. അവരും ഇത് കാണുന്നത് നല്ലതാണ്. എന്താണെന്നറിയാമല്ലോ, അരിത്മെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണികൾ. പാഠത്തിൻ്റെ പേര് കേട്ടല്ലോ. എന്താണ് ഈ സീക്വൻസ് അല്ലെങ്കിൽ ശ്രേണികൾ എന്നാൽ എന്താ? നമ്മൾ പറഞ്ഞല്ലോ, ശ്രേണികൾ അല്ലെങ്കിൽ സീക്വൻസ്. നമ്മൾ പാറ്റേൺ എഴുതത്തില്ലേ കുഞ്ഞുങ്ങളെ? നമ്മൾ കൊച്ചിലെ 2ലും 3ലും ഒക്കെ പാറ്റേൺ എഴുതത്തില്ലേ? 2, 4, 6, അടുത്ത എന്തായിരിക്കും? 8 അല്ലേ? ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് നമ്മൾ ഈ സീക്വൻസ് എന്ന് കറക്റ്റ് പറയുന്നത് കേട്ടോ. ചുരുക്കം പറഞ്ഞാൽ ഇതാണ്, നമുക്കതിൽ എഴുതാൻ പറ്റണം എന്ന് വെച്ചാൽ നോക്കിയേ, 2, 4, 6, ഇവിടെ എത്ര ആയിരിക്കും? അപ്പം ഈ 8, പിന്നെ എത്രയായിരിക്കും? 10. കണ്ടോ? ഇപ്പോൾ അതൊരു ശ്രേണി ആയില്ലേ? അതിങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അതായത് കൃത്യമായ ഒരു റൂളും വേണം. ഇവിടെ നമ്മൾ നോക്കിയേ, 2ൻ്റെ കൂടെ എത്ര കൂടെ കൂട്ടിയപ്പോഴാണ് നിങ്ങളെ 4 വന്നത്? 2 കൂടി കൂട്ടിയപ്പോഴാണ് അല്ലേ? വീണ്ടും 4ൻ്റെ കൂടെ നമ്മൾ 2 കൂടി കൂട്ടിയപ്പോഴാണ് 6 വന്നതും. 6ൻ്റെ കൂടെ 2 കൂടി, അപ്പോൾ ഒരേ നമ്പർ. 2ൻ്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 4, 4ൻ്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 6, 6ൻ്റെ കൂടെ 2, അങ്ങനെ 2 വീതം. നമുക്ക് അതൊരു പ്രത്യേക റൂളുണ്ട് കേട്ടോ, ഒരു കൃത്യമായ റൂളുണ്ട് ഇതിനെല്ലാം. അപ്പോൾ അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുക. പാറ്റേൺ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അത് തന്നെ കേട്ടോ. ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും കണ്ടോ. അപ്പോൾ നമ്മൾ 10 വരെ എഴുതിയുള്ളതിൽ അങ്ങോട്ട് 12, 14 എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, 1, 3, 5 അല്ലേ? അടുത്ത ഏതായിരിക്കും? 7. എന്തുകൊണ്ടാവും നിങ്ങളെ? നോക്കിക്കേ, 1ൻ്റെ കൂടെ നമ്മൾ 2 കൂടി കൂട്ടിയപ്പോഴാണ് നമുക്ക് 3 വന്നത് അല്ലേ? 3ൻ്റെ കൂടെ എത്ര? 2 കൂടി കൂട്ടിയപ്പോൾ 5 വന്നു. 5ൻ്റെ കൂടെ 2 കൂടി കൂട്ടിയപ്പോൾ 7 വന്നു. അപ്പോൾ 7ൻ്റെ കൂടെ 2 കൂടെ കൂട്ടിയാൽ 9 അല്ലേ? അപ്പോൾ ആ പാറ്റേൺ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇതൊരു സീക്വൻസ് ആണോ എന്ന് നമ്മളോട് ചോദിക്കുക. ഇതൊരു ശ്രേണിയാണോ? അതെ, ആണ് അല്ലേ? പറ്റുന്നുണ്ട്, നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ട്. അതാണ് ആണോ അല്ലയോ എന്നൊന്ന് ചോദിച്ചിരിക്കുക. നമുക്ക് പറ്റുന്നുണ്ടല്ലോ. അടുത്ത് നോക്കിക്കേ, 5, 10, 15 അല്ലേ? 5ൻ്റെ കൂടെ 5 കൂടി കൂട്ടിയപ്പോഴാണ് നമുക്ക് 10 കിട്ടിയത്. 10ൻ്റെ കൂടെ 5 കൂടി കൂട്ടിയപ്പോൾ 15 കിട്ടി. വീണ്ടും അതിൻ്റെ കൂടെ 5 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര? 20 കിട്ടും. അപ്പോൾ അതും നമുക്ക് പറ്റുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇത് നമുക്ക് ശ്രേണി അല്ലെങ്കിൽ സീക്വൻസ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമുക്ക് അറിയേണ്ട എന്താണെന്നറിയോ? ഇതിനെ നോക്കിയേ, ഇതെല്ലാം ഒരേ നമ്പറുകളാണ് വരുന്നെങ്കിൽ, മനസ്സിലാവുന്നുണ്ടോ? ഒരേ നമ്പറാണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറയും. അതിനെക്കുറിച്ച് നമുക്ക് ഇനി പിന്നെ ഒന്ന് പറയാം. ഇപ്പം നമ്മൾ ഇത് എൻ്റെ ശ്രേണിയാണോ സീക്വൻസ് ആണോ അല്ലയോ എന്ന് മാത്രം പറഞ്ഞാണ് ഇപ്പം നമ്മൾ തുടങ്ങുന്നത്. കോമൺ ഡിഫറൻസ് അവിടെ നിൽക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് പിന്നെ പഠിക്കാം. ഇപ്പം മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ? ഇതൊരു ശ്രേണിയാണോ അല്ലെങ്കിൽ സീക്വൻസ് ആണോ എന്നാണ് ഫസ്റ്റ് തന്നിരിക്കുന്നത്. ആണല്ലോ, അതുകൊണ്ട് പറ്റുന്നുണ്ട്. ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അടുത്ത നോക്കിയേ, 180 ഡിഗ്രി 180 ഡിഗ്രി 180 ഡിഗ്രി ഒരേ നമ്പറാണ് വന്നിരിക്കുന്നത് അല്ലേ? എല്ലാം 180 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു ശ്രേണിയാണോ അല്ലെ സീക്വൻസ് ആണോ? ആണ് കുഞ്ഞുങ്ങൾ. 180 ഡിഗ്രിയുടെ കൂടെ 0 കൂടെ കൂട്ടിയപ്പോഴാണ് 180 ഡിഗ്രി വന്നത് അല്ലേ? 180ൻ്റെ കൂടെ 0 കൂടി കൂട്ടിയപ്പോഴാണ് വീണ്ടും 180 വന്നത്. അതിൻ്റെ കൂടെ വീണ്ടും നമ്മൾ 0 കൂടെ കൂട്ടിയപ്പോഴാണ് നമുക്ക് 180 വന്നത്. അപ്പോൾ പിന്നെ 180 തന്നെ പോവും. അപ്പോൾ അതും അല്ലേ? ട്രയാങ്കിളുടെ മെഷറൊക്കെ വെച്ച് നമ്മൾ അതൊക്കെ പോട്ടെ അല്ലേ? 180. അപ്പോൾ അവിടെ നിങ്ങൾ ആണോ അല്ലയോ ചോദിച്ചാൽ ആണ് കേട്ടോ, 0 ആണ് കേട്ടോ. ഓക്കെ, ഇനി നോക്കിയെടുത്തേ, ഹാഫ് അല്ലെ 1/2. 1/2 അതായത് അര, 1, 1/2. അപ്പോൾ അടുത്ത എത്ര ആയിരിക്കും? അര, 1, 1/2. എത്ര നിങ്ങളെ? 2 ആയിരിക്കും. എന്തുകൊണ്ടാണ് 2 വന്നേ? ഈ അര അല്ലെങ്കിൽ 1/2ൻ്റെ കൂടെ വീണ്ടും ഒരു 1/2 കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് 1 വന്നത്. ആ 1ൻ്റെ കൂടെ വീണ്ടും ഒരു അരയും കൂടെ കൂട്ടിയപ്പോഴാണ് 1/2 വന്നത്. 1/2യുടെ കൂടെ വീണ്ടും അരയുടെ കൂട്ടിയപ്പോഴാണ് 2 വന്നത് അല്ലേ? അപ്പം നമ്മളിവിടെ എത്ര? അര, ഹാഫ് അല്ലേ? അര അല്ലെങ്കിൽ ഹാഫ് കൂടെ കൂട്ടി വന്നപ്പോഴാണ് നമുക്ക് എത്ര വന്നത്? ഇങ്ങനെ വന്നു. അപ്പോൾ അതും ഒരു സീക്വൻസ് അല്ലെങ്കിൽ ശ്രേണിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത 1, 2, 4, 7 ഇതൊക്കെ നോക്കണം. ഇപ്പം നമ്മൾ ഇത്രയും എഴുതിയതിൻ്റെയും നിങ്ങളെ ഒരേ നമ്പറുകൾ തന്നെയാണ് അല്ലേ? ഈ ഫസ്റ്റ് 5 എണ്ണവും നോക്കിക്കേ, ഒരേ നമ്പർ തന്നെയാണ് എല്ലാം ചെയ്തിരിക്കുന്നത്.
അപ്പോൾ അത് സീക്വൻസ് ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് കണ്ടാൽ എഴുതാൻ പറ്റുന്നുണ്ടല്ലോ. അടുത്ത് നോക്കിക്കേ 1 2 4 7 നോക്കാം. നമുക്ക് ഇവിടുത്തെ ഡിഫറൻസ് എത്ര നോക്കാം. 1ൻ്റെ കൂടെ 1 കൂടെ കൂട്ടിയപ്പോഴാണ് എന്താ 2 കിട്ടിയത്. എന്നാൽ 2ൻ്റെ കൂടെ 1 കൂടെ കൂട്ടിയപ്പോഴാണോ 4 കിട്ടിയത്? അല്ല. എന്താ 2ൻ്റെ കൂടെ 2 കൂടെ കൂട്ടിയപ്പോഴാണ് എന്താ നമുക്ക് 4 കിട്ടിയത്. എന്നാൽ 4ൻ്റെ കൂടെ എന്താണ് 3 കൂടി കൂട്ടിയപ്പോഴാണ് നമുക്ക് 7 കിട്ടിയത് അല്ലേ. അപ്പോൾ ഇനി എത്ര ആയിരിക്കും? 1ൻ്റെ കൂടെ 1 കൂടെ കൂട്ടിയപ്പോൾ 2, 2ൻ്റെ കൂടെ 2 കൂടെ കൂട്ടിയപ്പോൾ 4, 4ൻ്റെ കൂടെ 3 കൂടെ കൂട്ടിയപ്പോൾ 7. നിങ്ങൾ ഈ ചെയ്യുമ്പോൾ ഇങ്ങനെ മണ്ടയ്ക്ക് നമുക്ക് തന്നിരിക്കുന്ന നമ്പറിൻ്റെ മണ്ടയ്ക്ക് എഴുതാമെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ അടുത്തത് ഏതാണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നിങ്ങളെ മനസ്സിലായോ? ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ മണ്ടയ്ക്ക് എഴുതാമെങ്കിൽ അത് നമുക്ക് എന്താ അടുത്ത ഏതാണെന്നപ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അടുത്ത ഏതാ 2 3, അടുത്ത ഏതാ നിങ്ങളെ 4, 7 4 11. മനസ്സിലായോ? അങ്ങനെ നമുക്ക് പിന്നെ 5 അല്ലേ, 5 ആകുമ്പോൾ 11 5 16. മനസ്സിലാവുന്നുണ്ടോ? 7 4 11 16. അപ്പോൾ നമ്മൾ 1 2 3 4. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് എഴുതാൻ പറ്റും അല്ലേ, ശ്രേണിയാക്കാൻ നമുക്ക് പറ്റും. മനസ്സിലായോ? ആക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഇനി അടുത്ത 100 100 95 90. ഇവിടെ നോക്കിക്കേ, 100ൽ നിന്ന് ഡിഫറൻസ് നോക്കിയേ. 95ൽ നിന്നും എന്താ രണ്ടാമത്തതിൽ നിന്നും ഒന്നാമത്തതാണ് നമ്മളെപ്പോഴും കുറയ്ക്കുന്നത്. ഇവിടെ നോക്കിയേ, 95ൽ നിന്നും 100 കുറയ്ക്കാൻ പറ്റുമോ? അപ്പം 100ൽ നിന്ന് 5ൻ്റെ ഡിഫറൻസ് വരുന്നുണ്ടല്ലേ. ഏതാ ഒരു -5ൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട് എപ്പോഴും. എന്താ നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാം രണ്ടാമത്തതിൽ നിന്നും ഒന്നാമത്തെ കുറച്ച് ഇങ്ങനെ എടുക്കാം കേട്ടോ. അത് ഞാൻ പറഞ്ഞായിരുന്നോ? അതായത് അത് നമുക്ക് അടുത്തതിൽ പറയാം. ഇപ്പോൾ ഇത് നോക്കിക്കേ, ഇവിടെ എന്താ -5ൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട് അല്ലേ. -95ഉം 90ഉം എന്താണ് എന്ന് വെച്ചാൽ കുറയ്ക്കുക. 95ൽ 100ൽ നിന്നും -5 കുറച്ചപ്പോൾ 5 അല്ലേ, കുറച്ചപ്പോൾ 95, 95ൽ നിന്ന് വീണ്ടും 5 കുറച്ചപ്പോൾ 90. അപ്പോൾ 90ൽ നിന്ന് വീണ്ടും 5 കുറച്ചാൽ 85 അല്ലേ. നമുക്കത് എഴുതാൻ പറ്റുന്നുണ്ട്. 5 വീതം കുറച്ചാണ്. അപ്പോൾ അതും നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ട്, ശ്രേണിയാവാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇത് നോക്കിക്കേ, 1 -1 1 -1. അപ്പോൾ അടുത്ത് എന്തുമായിരിക്കും? 1. പിന്നെ എന്താ -1, കാരണം ഇതിങ്ങനെയാണ് പോയേക്കുന്നത്. 1 -1 1 -1 1. അപ്പം നമുക്കതും ഇങ്ങനെ അങ്ങോട്ട് എഴുതി പറ്റുമെന്ന് കേട്ടോ. അടുത്ത് നോക്കിയേ, 0 2 5 9. നോക്കൂ നിങ്ങളെ, 0 2 എത്രൻ്റെ വ്യത്യാസമാണ്? 2ൻ്റെ വ്യത്യാസം അല്ലേ. 2ൻ്റെ കൂടെ 5 ആവാൻ 3ൻ്റെ വ്യത്യാസം. 5ൻ്റെ കൂടെ 9 ആവാൻ 5 4 9. അപ്പോൾ അടുത്ത ഏതായിരിക്കും? 5 ആയിരിക്കും അല്ലേ. 2 3 4 5 അല്ലേ, 5 ആയിരിക്കും. അപ്പോൾ എത്രയാ? 9 5 14 അല്ലേ. അപ്പോൾ എത്ര അടുത്ത? 6. അപ്പോൾ അതും വീണ്ടും നമുക്കത് എഴുതാൻ പറ്റും. അതൊരു ശ്രേണിയാണോ സീക്വൻസ് ആണോ? ആണ്. ഇതുവരെ എഴുതിയതൊക്കെ എന്താ നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇതുവരെ അല്ലാതെ വന്നിട്ടില്ലല്ലോ. അടുത്തൊക്കെ 3 9 27. ഇത് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റുന്നുണ്ടോ? 3 9 27 പറ്റുന്നുണ്ടോ നിങ്ങൾ? അടുത്ത ഏതാന്ന് പറയാൻ? അതായത് 3:1 3 തന്നെയാണ് അല്ലേ. അടുത്തതോ ഇവിടെ എഴുതിയാൻ പറ്റുന്നില്ലേ, നോക്കൂ നിങ്ങളെ. 3:1 എന്ന് പറയുന്നത് 3 ആണ് അല്ലേ. എന്നാൽ 3:2 എത്രയാ? 9 അല്ലേ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരു 3 3 ആണ്. 3ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 3 × 3 എത്ര? 9 3ൻ്റെ സ്ക്വയർ. അപ്പം 3ൻ്റെ ക്യൂബോ? 3 × 3 × 3 എത്ര? 27. ഇപ്പം പിടികിട്ടിയോ? 3 ഒരു വട്ടം 2 3 9. നിങ്ങൾ ചാടി കയറി എഴുതി വെക്കരുത്, ആലോചിച്ച് എഴുതി വെക്കണം കേട്ടോ. നമ്മൾ സ്ക്വയർ പഠിച്ച വർഗം കാണാൻ പഠിച്ചിട്ടുണ്ടോ നിങ്ങളെ? സ്ക്വയർ അതിനകത്തില്ല കേട്ടോ. എന്താ വെച്ചാൽ 3 എന്ന് വെച്ചാൽ 3 തന്നെയാണ് കേട്ടോ. 3:2 എന്ന് വെച്ചാൽ 9 ആണ്. 3:3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 27 ആണ് അല്ലേ. 3 9 ഇത് വേണ്ട. അതായത് 3:1 3, 3:2 9, 3:3 27. അങ്ങനെയാണെങ്കിൽ 3:4 എത്ര? 3 × 3 × 3 × 3 എത്ര? 3 9 9 81. അപ്പോൾ ഇവിടെ എത്ര വരും? 81 വരും. ഇപ്പോൾ മനസ്സിലായി. അപ്പോൾ അതും നമുക്ക് എഴുതാൻ പറ്റും. അതും സീക്വൻസ് അല്ലെങ്കിൽ ശ്രേണിയാണ്. അടുത്തൊക്കെ 1/2 1/4 1/6. ഇത് കാണുമ്പോഴേ താഴെ ഈവൻ നമ്പറുകളാണ് അല്ലേ, ഇരട്ട സംഖ്യകളാണ്. അപ്പോൾ അടുത്ത എന്താ? 1/8 പറ്റും അല്ലേ. അടുത്തതോ 1/10. ഇത് നമുക്ക് പറ്റും. അപ്പോൾ ഇതെല്ലാം നമുക്ക് പറ്റുന്നതാണ് വരുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ അടുത്ത നോക്കൂ നിങ്ങളെ, 12ാമത്തെ ചോദ്യം നോക്കിയേ. 2 5 എന്താ
2, 5, 9, 10 നോക്കിക്കേ. 2ൻ്റെ കൂടെ എത്ര കൂട്ടിയപ്പോഴാണ് 5 വന്നത്? 2ൻ്റെ കൂടെ 3 കൂടെ കൂട്ടിയപ്പോൾ 5 വന്നു. 5ൻ്റെ കൂടെ എത്ര കൂട്ടിയപ്പോഴാണ് 9 വന്നത്? 5ൻ്റെ കൂടെ 6, 7, 8, 9, 4 അല്ലേ? 4 കൂട്ടിയപ്പോൾ. 9ൻ്റെ കൂടെ എത്ര കൂട്ടിയപ്പോഴാണ് 10 വന്നത്? 1 കൂട്ടിയപ്പോഴാണ്. അപ്പോൾ അത് വരുന്നുണ്ടോ? ശ്രേണിയായിട്ട് വരുന്നുണ്ടോ? അപ്പോൾ അതെന്താ? അതൊരു സീക്വൻസ് അല്ല, അതൊരു ശ്രേണി അല്ല കേട്ടോ. അപ്പോൾ അത് നമുക്ക് ശ്രേണിയാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ പിടികിട്ടിയോ? കാരണം എന്താ? 3, 4, ഇവിടെ 5, ഇവിടെ 6 അങ്ങനെ പോവുകയായിരുന്നെങ്കിൽ അതൊരു സീക്വൻസ് അല്ലെങ്കിൽ ശ്രേണിയാണെന്ന് നമുക്ക് പറയാം. പക്ഷേ ഇതോ എന്തൊക്കെ 3, 4 പിന്നെ 9, 1 വന്നേ അല്ലേ? അപ്പോൾ അതെന്താ? ഇപ്പം മനസ്സിലായോ? നീ അടുത്ത ഇത് നോക്കൂ നിങ്ങൾ. ഇങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും നിങ്ങൾക്ക് എന്തായാലും ഇതിലിപ്പോൾ 2ലോ 3ലോ 4ലോ ഒക്കെ പഠിക്കുന്ന പിള്ളേർക്കായിരിക്കും ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. നിങ്ങൾക്ക് എപ്പോഴും എന്താണ് ഫ്രാക്ഷനിലോ ഡെസിമലിലോ, കാരണം 10ാം ക്ലാസ് അല്ലേ, അപ്പോൾ എപ്പോഴും അങ്ങനെ എന്തെങ്കിലും ഒരു വെറൈറ്റി കാണും. ഇവിടെ നോക്കിയാൽ 1, 1/3, 1/5, 1/7. അപ്പോൾ എത്രയായിരിക്കും? ഇവിടെ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താവും നിങ്ങളെ? അതിൻ്റെ അടിയിൽ എന്തുണ്ടെന്ന് ഓർത്തോണം? 1/1 ഉണ്ടെന്ന് ഓർത്തോണം. ഏതൊരു സംഖ്യയുടെ കേട്ടോ. അപ്പോൾ 2 ആയിരുന്നെങ്കിലോ 2/1, 3 ആയിരുന്നെങ്കിൽ 3/1 എന്നുണ്ട് അർത്ഥമുണ്ട് കേട്ടോ. അപ്പം ഇവിടെ 1 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം 1/1, പിന്നെ 1/3, 1/5, 1/7. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? 1, 3, 5, 7 ഒക്കെ എന്താ? ഓഡ് നമ്പറുകളാണ് അല്ലേ? ഒറ്റ സംഖ്യകളാണ്. അപ്പോൾ അടുത്ത ഏതാ? 9 അല്ലേ? അപ്പോൾ അതും എന്താണ്? സീക്വൻസ് അല്ലെങ്കിൽ ശ്രേണിയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട് എന്താ നിങ്ങൾ എ സീക്വൻസ് സ്റ്റാർട്ടിങ് വിത്ത് എ നമ്പർ ആൻഡ് പ്രിസീഡിങ് ബൈ ആഡിങ് 1 നമ്പർ എഗെയിൻ ആൻഡ് എഗെയിൻ ഈസ് കാൾഡ് എന്താ? അരിത്മെറ്റിക് സീക്വൻസ് അല്ലേ? അതായത് ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും കൂട്ടി കിട്ടുന്ന ആ ഒരു ശ്രേണിക്ക് പറയുന്ന പേരാണ് സമാന്തര ശ്രേണി. നിങ്ങളുടെ ടെസ്റ്റിൽ അതുണ്ട്, അതാണ് ഞാൻ എഴുതാൻ എന്താ നിങ്ങളെ. ഒരു സംഖ്യയിൽ നിന്ന് നമുക്ക് തുടങ്ങുകയാണ് അല്ലേ? ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഒരു സംഖ്യ, ഇത് ഇത്ര ഓക്കെ ആണല്ലോ. ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ വീണ്ടും വീണ്ടും കൂട്ടിക്കിട്ടുന്ന ശ്രേണിയാണ് സമാന്തര ശ്രേണി എന്ന് പറയുന്നത് കേട്ടോ. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ കോമൺ ഡിഫറൻസിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇത് നോക്കൂ കുഞ്ഞുങ്ങളെ, 5, 10, 15, 20 അല്ലേ? ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എന്താണ്? ഇതിൻ്റെ മലയാളം പൊതു വ്യത്യാസം. കണ്ട ഞാൻ എഴുതി കാണിക്കാം. എന്താ പൊതു വ്യത്യാസം? അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? കോമൺ ഡിഫറൻസ് കേട്ടോ. ഇതിനെ നമ്മൾ ഡി എന്ന അക്ഷരം കൊണ്ടാണ് ഇനിയുള്ളതെല്ലാം കണക്കിലോട്ട് കയറുക കേട്ടോ. ടെസ്റ്റിൽ എടുക്കുന്നതിന് മുമ്പേ കുറച്ച് ബേസ് ആവും ഞാൻ പറയുന്നത്. ടെസ്റ്റിൽ കയറി നമ്മൾ അങ്ങ് ചെയ്തു പോയതുകൊണ്ട് അറിയാൻ വയ്യാതെ അങ്ങനെ ചെയ്തുകൊണ്ട് കാര്യമില്ല. എന്താണെന്ന് പഠിച്ചിട്ട് വേണം പോകാൻ കേട്ടോ. നോക്കിക്കേ, 5, 10, 15, 20 എക്സെട്ര ഇങ്ങനെ കൊടുത്തിരിക്കുക. ഇതിനെ പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം. പൊതുവ്യത്യാസത്തിൻ്റെ ഇംഗ്ലീഷാണ് കോമൺ ഡിഫറൻസ്. അതിനെ ഡി എന്ന ഇംഗ്ലീഷ് അക്ഷരം കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. പൊതുവ്യത്യാസം കാണുന്നത് എങ്ങനെയാണെന്നറിയോ? രണ്ടാമത്തതിൽ നിന്നും ഒന്നാമത്തതങ്ങ് മൈനസ് ചെയ്യണം. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ അതിൻ്റെ ബാക്കിൽ കിടക്കുന്നത്, അതൊരു ക്ലൂ ഞാൻ പറയാതെ, മൂന്നാമത് കിടക്കുന്നതിൽ നിന്നും രണ്ടാമത് കിടക്കുന്നത് മൈനസ് ചെയ്യുക. അല്ലെങ്കിൽ നാലാമത് കിടക്കുന്നതിൽ നിന്നും മൂന്നാമത് കിടക്കുന്നത് മൈനസ് ചെയ്യുക. മനസ്സിലായോ? ഒന്നുകിൽ 2ൽ നിന്നും 1 കുറയ്ക്കുക, അല്ലെങ്കിൽ 3ൽ നിന്നും 2 കുറയ്ക്കുക, അല്ലെങ്കിൽ 4ൽ നിന്നും 3 കുറയ്ക്കുക. അതായത് ബാക്കിൽ നിന്ന് ഇങ്ങനെയാണ് കുറയ്ക്കുന്നത് കേട്ടോ. ഉദാഹരണം നോക്കിക്കുന്നത് 20ൽ നിന്നും അതെ കണ്ടോ എത്രൻ്റെ ഡിഫറൻസാണ് അവിടെ വന്നത്? എത്രൻ്റെ ആവും ഞങ്ങളെ? 5 അല്ലേ? ഇവിടെ 5ൻ്റെ ഡിഫറൻസാണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ എത്രൻ്റെ ഡിഫറൻസാണ് വന്നേ? 5ൻ്റെ ഡിഫറൻസാണ്. ഇവിടെ എത്രൻ്റെ ഡിഫറൻസാണ് വന്നേ? 5ൻ്റെ ഡിഫറൻസാണ് അല്ലേ? 5ഉം 5ഉം 10. അതായത് 15ൽ നിന്ന് 5 കുറച്ചപ്പോഴാണ് 10 കിട്ടിയത് അല്ലേ? 10ൽ നിന്ന് 5 കുറച്ചപ്പോഴാണ് 5 കിട്ടിയത്. അതായത് 5ഉം 5ഉം 10. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടുത്തെ പൊതുവ്യത്യാസം എന്ന് പറയുന്നതാണ്ട് ഈ മേളിൽ കിടക്കുന്ന ആളാണ്. ഇത് ഒരേ നമ്പർ വരണം. അല്ലാതെ മുമ്പ് നമ്മൾ ഇവിടെ പറഞ്ഞല്ലോ സീക്വൻസ് കണ്ടോ? ഇത് ഒരേ നമ്പറുകൾ വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇപ്പോൾ അങ്ങനെ അതാകുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? നമുക്ക് എങ്ങനെ എഴുതാം നിങ്ങളെ? പൊതുവ്യത്യാസം എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഞാനൊരു ഇതിപ്പോൾ മനസ്സിലായല്ലോ. പൊതുവ്യത്യാസം ഇവിടെ 5 ആണ്. ഇതിൽ നമുക്ക് കണക്ക് ചെയ്യുമ്പോൾ പറയാം. നോക്കിക്കേ, 2, 4, 6, 8, 10 ഇതിങ്ങനെ പോവുകയാണ്. A⁻n എന്ന് വെച്ചാൽ ലാസ്റ്റ് ടേം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ശ്രദ്ധിച്ചിരുന്നോണേ. ഇതിനെ ലാസ്റ്റ് ടൈം എന്ത് നമ്പർ ഇനി അങ്ങോട്ട് നിങ്ങൾ കേട്ടോണേ, എന്ത് കേട്ടോ.
ഇനി ഇതിനെയൊക്കെ നമ്മൾ എന്താണെന്നറിയോ, ഈ നമ്പറുകളെയൊക്കെ നമ്മൾ എന്താ വിളിക്കുന്നതെന്നറിയോ, അരിത്മെറ്റിക് സീക്വൻസിലെ ഓരോ നമ്പറിനെയും നമ്മൾ ടേംസ് എന്നാണ് വിളിക്കുന്നത്. ശ്രദ്ധിച്ചിരുന്നോണോ നിങ്ങളെ? ഇതിനെയൊക്കെ നമ്മൾ എന്താ പറയുന്നത്? ടേംസ്. 1, 2, 3, കണ്ടോ, 4, ഇതെല്ലാം എന്താ ടേംസ് എന്നാണ് വിളിക്കുന്നത്. സംശയമുണ്ടോ? ഉണ്ടോ? അതായത് നോക്കിക്കേ, ഈ 2 എന്ന് പറയുന്ന ഇതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞ കേട്ടോ. അപ്പോൾ ഇവിടുത്തെ 2 എന്ന് പറയുന്നത് എന്താ നിങ്ങളെ? 2 എന്ന് പറയുന്നത് ഇവിടുത്തെ ഫസ്റ്റ് ടേം ആണ്. എന്താണ്? ഫസ്റ്റ് ടേം. ടേം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഫസ്റ്റ് ടേം. എൻ്റെ മലയാളം എന്താ? ആദ്യ പദം. ആദ്യ പദം കേട്ടോ. അപ്പോൾ നമ്മളതിനെ A1 ഫസ്റ്റ്. ഈ എ മാറ്റി നമുക്ക് X1 എന്നോ ഇംഗ്ലീഷ് ആൽഫബറ്റ് ഏത് കൊടുത്താലും മതി കേട്ടോ. ആദ്യ പദം A1. ഇനി അടുത്ത രണ്ടാമത്തെ എന്താ? 4. 4 എന്ന് പറയുന്നത് അപ്പോൾ എന്താ? സെക്കൻഡ് ടേം അല്ലേ? രണ്ടാമത്തെ പദം, സെക്കൻഡ് ടേം. അതായത് രണ്ടാം പദം. ഞാൻ 2 ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും കാണുന്നുണ്ട്, അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ 2 എഴുതുന്നത്. രണ്ടാം പദം. രണ്ടാം പദത്തിനെ അപ്പോൾ നമ്മളെന്താ? A2 അല്ലെങ്കിൽ X2 അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഏത് അക്ഷരമാണോ നിങ്ങൾ കൊടുത്തിരിക്കുന്നത്, കൂടുതൽ A ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ, അരിത്മെറ്റിക് A. ഇനി മൂന്നാമത് എന്താ? 6 എന്ന് പറയുന്നത് അപ്പോൾ എത്ര ആവും നിങ്ങളെ? 6 തേർഡ് ടേം അല്ലേ? മൂന്നാം പദം, തേർഡ് ടേം. അതായത് മൂന്നാം പദം. മനസ്സിലായോ? അപ്പോൾ നമ്മളതിനെ എന്ത്? A3 എന്ന് പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ ഓരോ പദത്തിനെയും നമ്മൾ എന്താ ഓരോന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ഒന്നാം പദം, രണ്ടാം പദം, മൂന്നാം പദം, നാലാം പദം, അങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടല്ലോ. കോമൺ ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്താണ്? കണ്ടോ, ഈ ഇതിൻ്റെ ഇടയിലുള്ള വ്യത്യാസം ഒരേപോലെ ആയിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ എന്താ? ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം. ഒന്നാം പദം, രണ്ടാം പദം, മൂന്നാം പദം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? ആയോ? അപ്പം നോക്കിക്കേ, ഈ നമ്പറിനെ നമ്മൾ എങ്ങനെ എഴുതുക? ഇപ്പോൾ 2 ഇത് തന്നെ നമ്മളൊക്കെ എഴുതുക. 2, 4, 6, 8 അല്ലേ? ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. A⁻n. ഇതെന്ന് വെച്ചാൽ ലാസ്റ്റ് പദം. എത്രയാണെന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്നതിൻ്റെ ലാസ്റ്റ് പദം അല്ലേ? ഇവിടെ A1, A2, A3 എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ഒന്നാം പദം, രണ്ടാം പദം. അപ്പോൾ ഇവിടെ എത്രയാണെന്ന് അറിയത്തില്ല, അതിനുകൊണ്ടാണ് AN എന്ന് പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മളിൻ്റെ കോമൺ ഡിഫറൻസ് കാണാൻ, കോമൺ ഈ 1 മാർക്കിന് തരികയാണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ അല്ലെ? ഇംഗ്ലീഷുകാർക്ക് എന്താവും നിങ്ങളെ? പൊതുവ്യത്യാസം. വ്യത്യാസം കണ്ടുപിടിക്കാൻ, പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ നമ്മൾ എന്തോ ചെയ്യണം? രണ്ടാമത്തതിൽ നിന്നും ഒന്നുകിൽ 4 - 2 എത്ര? 2 ആണ്. അതല്ലെങ്കിൽ നമുക്ക് എന്താ? 6 - 4 2 ആണ്. അതല്ലെങ്കിൽ 8 - 6 2 ആണ്. ഇത്രയും നമ്മൾ എഴുതേണ്ട കാര്യമില്ല, ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. അപ്പം നമുക്ക് എല്ലാം എന്താ വന്നത്? കോമൺ ഡിഫറൻസ് 2 വന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും എല്ലാത്തിൻ്റെയും ഇങ്ങനെ പറക്കി എഴുതണമെന്നില്ല, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. രണ്ടാമത്തിൽ നിന്നും ഒന്നാമത്തെ കുറയ്ക്കോ അല്ലെങ്കിൽ മൂന്നാമത്തെ, കണ്ട ഇത് നമുക്ക് കാണുമ്പോഴേ അറിയാം കോമൺ ഡിഫറൻസ്. കണ്ടോ, ഓരോ പദത്തിനെയും നമുക്ക് എന്താ ഓരോ ടേംസായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ അറിയണം. കണ്ടോ, ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷ് നോക്കണേ നിങ്ങളെ, മലയാളവും നോക്കണം കേട്ടോ. ഇതിനെ A1, A2 ഇത് ഒന്നാം പദം, രണ്ടാം പദം, മൂന്നാം പദം എന്നൊക്കെ കണ്ടോ കോമൺ ഡിഫറൻസ് കാണാൻ മനസ്സിലായോ? ഇതൊരു ജനറൽ ഫോം ഓഫ് ആൻ AP, അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ ഒരു ജനറൽ ഫോമുണ്ട്. അതുകൂടെ ഞാനങ്ങ് പറയാം, നോക്കണേ നിങ്ങളെ. കണ്ടേ, നിങ്ങൾക്ക് വേണമെങ്കിൽ ജനറൽ ഫോം, ഇതിനൊരു ജനറൽ ഫോം ഉണ്ട് ഓഫ് ആൻ AP, അരിത്മെറ്റിക് പ്രോഗ്രഷൻ അല്ലെ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഫോം എന്ന് വെച്ചാൽ ഫസ്റ്റ് A, ഇനി A+D. നല്ലപോലെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് നല്ലപോലെ പഠിക്കാത്തെന്ന് വെച്ചാൽ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കുഞ്ഞുങ്ങളെ. കണ്ടേ, A എന്ന് വെച്ചാൽ ആദ്യ പദമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഫസ്റ്റ് പദം ആദ്യം. ഇപ്പോൾ 1, 2, 3, 4 അല്ലെ 2, 5 എന്നിപ്പോൾ നമുക്ക് തന്നില്ലയോ, അതിൻ്റെ ആദ്യ പദം അല്ലേ? ഇത് A+D എന്ന് വെച്ചാൽ, D എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ നമ്പർ അല്ലേ? കോമൺ നമ്പർ. ഓക്കെ, അടുത്ത A+2D, A+3D, A+4D. ഇതാണ് ഇത് ഇങ്ങനെ പോകുന്നതാണ് ഇതിൻ്റെ റൂള്. ഇപ്പോൾ പിടികിട്ടിയോ? ജനറൽ ഫോം ഓഫ് ആൻ APയുടെ A എന്ന് വെച്ചാൽ A എന്ന് വെച്ചാൽ A1 ഒന്നാം പദം, A+D എന്ന് വെച്ചാൽ രണ്ടാം പദം, A+2D എന്ന് വെച്ചാൽ മൂന്നാം പദം, A+3D എന്ന് വെച്ചാൽ നാലാം പദം, അങ്ങനെ പോകുന്നത് കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് അറിയണേ. ഇതറിയാമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഉദാഹരണം അറിയണമെങ്കിൽ ഇപ്പോൾ A എന്ന് വെച്ചാൽ ഫസ്റ്റ് പദമാണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞു. എന്താവും നിങ്ങളെ? A എന്ന് വെച്ചാൽ അതിന് എഴുതണ്ടല്ലോ, എന്താണെന്ന് എഴുതിയേക്കാം. ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് ടേമിനെയാണ് നമ്മൾ A എന്ന് പറയുന്നത്. അത് ഞാനൊരു നമ്പർ തരിക,
എ എന്ന് വെച്ചാൽ ഫസ്റ്റ് ടേമാണ്, ഡി എന്ന് വെച്ചാൽ എന്താണ്, കോമൺ ഡിഫറൻസ് ആണ് കേട്ടോ, കോമൺ ഡിഫറൻസ് ആണ് കണ്ടോ. എ എന്ന് വെച്ചാൽ ഫസ്റ്റ് ടേം, ഡി എന്ന് വെച്ചാൽ കോമൺ ഡിഫറൻസ്. ഞാനൊരു എക്സാമ്പിൾ തരാം നിങ്ങളെ. എ എന്ന് പറയുന്നത് ഇപ്പം 2 തരിക, ഡി എന്ന് പറയുന്നത് ഞാൻ 3 തരിക. നമുക്ക് എങ്ങനെ അപ്പോൾ എ എന്ന് വെച്ചാൽ ഫസ്റ്റ് ടേമും തന്നിട്ടുണ്ട്, ഡി എന്ന് വെച്ചാൽ പൊതു വ്യത്യാസവും തന്നിട്ടുണ്ടെങ്കിൽ 1 മാർക്കിന് നിങ്ങൾക്ക് തരും. 1 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമോ നിങ്ങളെ നമുക്ക് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ എ എന്ന് കാണുമ്പോഴേ നിങ്ങൾ ഓർത്തോണം എന്താ, എ എന്ന് വെച്ചാൽ ഫസ്റ്റ് ടേമാണ്, കാരണം നമ്മളിപ്പോൾ ഈ പറഞ്ഞ എത്രയും കാര്യങ്ങളല്ലേ. ഡി എന്ന് വെച്ചാൽ പൊതുവ്യത്യാസമാണ്. അത് തന്നാലുടൻ നിങ്ങൾ ഈ ഒരു റൂൾ ഓർത്താൽ മതി. ഇതറിയാവുന്നവർക്ക് എളുപ്പം പറ്റും. എന്താ, ഫസ്റ്റ് എ, പിന്നെ A+D, പിന്നെ A+2D, പിന്നെ A+3D അല്ലേ. ഇത് ചെയ്യുന്നവർക്ക് എളുപ്പം ചെയ്യാൻ പറ്റുക. എളുപ്പം മെത്തേഡിൽ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ നിങ്ങളെ. നിങ്ങളുടെ സ്കൂളിൽ ടീച്ചർമാർ ഈ മെത്തേഡ് തന്നെ പറയണമെന്നില്ല കേട്ടോ. ഒന്നും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി മാത്രമാണ് സത്യത്തിൽ ഇത് പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ 10ാം ക്ലാസ് അല്ലേ, എന്തെങ്കിലുമൊക്കെ പുതിയ ടെസ്റ്റും ഒക്കെയാ കേട്ടോ. അപ്പോൾ എ എന്ന് വെച്ചാൽ നമുക്ക് തന്നിട്ടുണ്ട് എത്ര നിങ്ങളെ, എ എന്ന് വെച്ചാൽ 2, A+D എന്ന് വെച്ചാൽ എന്താ 2 + D, D എത്ര 3. ഇപ്പോൾ പിടി കിട്ടിയോ. ഇനി A+2D എന്ന് വെച്ചാൽ A+2 × D ആണ് 2D, അതൊക്കെ അറിയാമല്ലോ. 2D എന്ന് വെച്ചാൽ 2 × D ആണ്. അപ്പോൾ 2 × 3 അല്ലേ. അടുത്ത A+3 × 3. ഇപ്പോൾ പിടി കിട്ടിയോ. അപ്പോൾ 2, 3, 2, 5. നമുക്ക് സീക്വൻസ് കിട്ടാൻ വേണ്ടി അരിത്മെറ്റിക് സീക്വൻസ് കണ്ടോ ഇവിടെ കിട്ടണം. ഇങ്ങനെ നമുക്ക് തരുമ്പോൾ നമ്മളെടുത്ത് അതിൽ അരിത്മെറ്റിക് സീക്വൻസ് കണ്ടുപിടിക്കാനാണ് കേട്ടോ. സമാന്തര ശ്രേണി നിങ്ങൾ കണ്ടുപിടിക്കൂ. നമുക്ക് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും തന്നിട്ടുണ്ട്. സമാന്തര ശ്രേണി കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ എഴുതിയാൽ മതി കുഞ്ഞുങ്ങളെ, നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ആദ്യം 2 എഴുതുക, പിന്നെ A+3 അറിയാമല്ലോ. A+3 എന്തുവാന്ന്, എന്നത് A+D. അടുത്ത A+2D എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എത്ര 2 + 2, 3 എത്ര 6. അപ്പം 6, 2, 8. പിന്നെ 2 + 3, 3, 9, 9, 2, 11. ഇങ്ങനെ പോവും. അപ്പം നമുക്ക് ശ്രേണി കിട്ടി അല്ലേ. ഏതാ 2, 5, 8, 11. ഇനി അങ്ങനെ വേണേൽ നമുക്ക് A+4D, A+5D എന്നും പറഞ്ഞ് പോവും. അപ്പം നമുക്ക് അങ്ങോട്ട് കിട്ടുമെന്ന്. ഇപ്പോൾ പിടി കിട്ടിയോ. ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസും പരീക്ഷയ്ക്ക് 2 മാർക്കിനൊക്കെ ചോദിക്കുന്നതാ. ഒന്നിനെ നിസ്സാരമായിട്ട് കരുതരുത്. ഓക്കെ ആണോ നിങ്ങളെ, ഇത് ഇത്രയും ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ സീക്വൻസ് എന്താ എന്നായിരുന്നു പഠിച്ചേ അല്ലേ. ഒരു ലാസ്റ്റ് ഒരെണ്ണോടെ പറഞ്ഞങ്ങ് നിർത്താം നിങ്ങളെ. നോക്കിയേ, ഇപ്പം ഞാൻ പറയുക 1, 4, 9, 16. രണ്ടാമത്തെ എക്സാമ്പിൾ ആയിക്കോട്ടെ. കണ്ടോ, ഇങ്ങനെ ഒരെണ്ണം തരിക 1, 4, 9, 16. ഇതെന്താണ്, ഇതൊരു സീക്വൻസ് ആണോ? നോക്കിയേ, ഡോട്ട് ഇട്ട് തരിക. ഇത് ഒരു സീക്വൻസ് ആണോ അല്ലേ. ഇതിനിടയിലുള്ള ഡിഫറൻസ് ഒരുപോലെയാണോ, സീക്വൻസ് ആണോ നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കാം. പിന്നെ ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് കണ്ടുപിടിക്കാം. സീക്വൻസ് ആണോ എന്ന് നോക്കുന്നത് എങ്ങനെയാണ് നിങ്ങളെ, ഇതിനകത്തിൽ ഏതെങ്കിലും റൂൾസ് പറയുന്നുണ്ടോ നോക്കിയേ. 1, 4, 9, 16. പെട്ടെന്ന് മാത്സ് ഒരുവിധം അറിയാവുന്നവർക്ക് കാണാൻ പറ്റും. നോക്കിയോ നിങ്ങളെ, 1ൻ്റെ സ്ക്വയറാണ് 1, 2ൻ്റെ സ്ക്വയറാണ് 4, 3ൻ്റെ സ്ക്വയറാണ് 9, 4ൻ്റെ സ്ക്വയറാണ് 16. അപ്പോൾ ഇതെന്താ, ഇതൊരു സീക്വൻസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതൊരു സീക്വൻസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ്, ഇത് ഈ റൂൾ അനുസരിച്ച് അടുത്ത നമുക്ക് ഏതാ 5ൻ്റെ സ്ക്വയർ 25, 6ൻ്റെ സ്ക്വയർ 36. സ്ക്വയറൊക്കെ അറിയാമോ, വർഗം കാണാൻ. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള അല്ലേ. 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ, 2 × 2, 3 × എന്താ 3, 4 × 4 എന്ന് വെച്ചാൽ 2 വെട്ടം ഉണ്ടെന്ന്. അടുത്ത 5 × 5, അതായത് 5ൻ്റെ സ്ക്വയർ, 6 × 6, 6ൻ്റെ സ്ക്വയർ അല്ലേ. അപ്പോൾ അടുത്ത ഏതാ 5 × 25 അല്ലേ. അടുത്ത 25, 36 അങ്ങനെ പോകും. അപ്പോൾ ഇതൊരു സീക്വൻസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇത് സീക്വൻസ് ആണ്. പക്ഷേ കോമൺ ഡിഫറൻസ് ഒരുപോലെയാണോ? കോമൺ ഡിഫറൻസ് ഒരുപോലെ വന്നെങ്കിൽ മാത്രമേ എന്ത് പറയാൻ പറ്റത്തുള്ളൂ, ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് പറയാം. നമ്മൾ സീക്വൻസിനെ കുറിച്ചാണ് ആദ്യം പഠിച്ചത് അല്ലേ. ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്നറിയുന്നത് എങ്ങനെയാ, കോമൺ ഡിഫറൻസ് ഒരുപോലെ വരണം. കോമൺ ഡിഫറൻസ് ഇതൊരു സീക്വൻസ് ആണെന്ന് നമുക്ക് കിട്ടി. ഈ തന്നിരിക്കുന്ന നമ്പർ ഒരു സീക്വൻസ് ആണ്. കാരണം ഈ റൂൾ അനുസരിച്ച് നമുക്കിങ്ങനെ 5ൻ്റെ സ്ക്വയർ, 6ൻ്റെ സ്ക്വയർ, 7ൻ്റെ സ്ക്വയർ നമുക്ക് എഴുതാൻ പറ്റും.
പക്ഷേ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് നമ്മൾ എങ്ങനെ അറിയും കുഞ്ഞുങ്ങളെ? അതായത് ഇതിൻ്റെ കോമൺ ഡിഫറൻസ് ഒരുപോലെയാണോ? നോക്കിക്കേ, 1, 4, 9, 16 എന്നാണ് അല്ലേ. ഇതിൻ്റെ എന്താ ഫസ്റ്റ് 1ഉം 3ഉമാണ് 4. 4ൻ്റെ കൂടെ 9 വരാനോ 5 കൂട്ടണം അല്ലേ. 5ഉം 4ഉം 9. 9ൻ്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 16 വരുന്നത്? 9, 10, 11, 12, 13, 14, 15, 16. എത്ര? 7 വന്നു. നോക്കിക്കേ, ഇതിൻ്റെ ഡിഫറൻസ് ഒരുപോലെയാണോ വന്നത്? കോമൺ ഡിഫറൻസ് മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു എന്താ, ഒരേപോലെ വരണമെന്നല്ലേ. എല്ലാം ഒരേപോലെ നമ്മൾ മുമ്പ് ചെയ്തില്ലേ, ഒരേപോലെ വരണം അല്ലേ. കോമൺ ഡിഫറൻസ് ആണ്. ഇതുപോലെ ഒരുപോലെ മുകളിൽ വന്നെങ്കിലേ കോമൺ ഡിഫറൻസ് നമുക്ക് എടുക്കാൻ പറ്റും. ഇവിടെ നോക്കിയാൽ 3, 5, 7 ആണോ? അപ്പോൾ ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ? അല്ല. എന്തുകൊണ്ടാണ്? ഡിഫറൻറ്റ് നമ്പർ വന്നുകൊണ്ട്. അപ്പോൾ ഇതെന്താ? നോട്ട് അരിത്മെറ്റിക് സീക്വൻസ്. അപ്പോൾ സീക്വൻസും അരിത്മെറ്റിക് സീക്വൻസും നിങ്ങളുടെ ഡിഫറൻസും ഇതിനകത്തിൽ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. സീക്വൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു റൂൾസ് ഉണ്ട്. എന്താ നമുക്ക് ബാക്കി എഴുതാൻ പറ്റണം. ഇവിടെ നോക്കിയാൽ 1, 4, 9, 16 ആയപ്പം നമുക്കറിയാം 1ൻ്റെ സ്ക്വയറാണ് 1, 2ൻ്റെ സ്ക്വയറാണ് 4, 3ൻ്റെ സ്ക്വയറാണ് 9, 4ൻ്റെ സ്ക്വയർ 16, അടുത്ത 5ൻ്റെ സ്ക്വയർ 20. അത് നമുക്ക് എഴുതാൻ പറ്റുമെങ്കിൽ അതൊരു സീക്വൻസ് ആണ്, ഒരു പാറ്റേൺ ആണ് അല്ലേ. പക്ഷേ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് നോക്കിയേ. കോമൺ ഡിഫറൻസ് വന്നത് ഇവിടെ നോക്കി 1, 3, 5, 7. പിന്നെ ഏതാ വേറെ എത്രയൊക്കെയോ നമ്പറുകളാണ് വന്നത്, ഒരുപോലെയല്ല. അപ്പോൾ എന്താണ്? നോട്ട് അരിത്മെറ്റിക് സീക്വൻസ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. വാരി വലിച്ച് പഠിക്കേണ്ട. ആദ്യമേ നമ്മൾ സീക്വൻസ് ശ്രേണികൾ എന്താണ്, ഒരേപോലെയുള്ളതാ വരുന്നതെങ്കിൽ എന്താ, ഇവിടുത്തെ എല്ലാം കോമൺ ഡിഫറൻസ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ എല്ലാം കോമൺ ഡിഫറൻസ് ഒരേപോലെ ആയതുകൊണ്ട് ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഇവിടെ ഒരേപോലെ ആയതുകൊണ്ട് ഇതും ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഇവിടെ ഒരേപോലെ ആയതുകൊണ്ട് അതും ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഇവിടെ 0 അല്ല, ഒരേപോലെയാണ്. ഇവിടെയും എന്താ, ഇതാണോ? അല്ല. 1, 2, 3, 4, 5 എന്നാണ് വന്നത്. അപ്പോൾ അതെന്താ, ഇതൊരു സീക്വൻസ് ആണ്, പക്ഷേ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് അല്ല അല്ലേ. ഇവിടെ നോക്കിയാൽ -5, -5, ഇവിടെ എല്ലാം -5. അപ്പോൾ അതൊരു സീക്വൻസും അരിത്മെറ്റിക് സീക്വൻസുമാണ്. ഇവിടെ നോക്കിക്കേ, ഇത് ഒരേപോലെ ഡിഫറൻ്റ് ആവുന്നത് അല്ലേ. അപ്പോൾ അല്ല, ഇവിടെയും അരിത്മെറ്റിക് സീക്വൻസ് അല്ല, ഇവിടെ അല്ല. കണ്ടോ അല്ല അന്നിപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അത്രയും മാത്രമേ ഇപ്പം ഞാൻ പറഞ്ഞുള്ളൂ കേട്ടോ. ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ വീണ്ടും വീണ്ടും കൂട്ടി കിട്ടുന്ന ശ്രേണി നമ്മൾ സമാന്തര ശ്രേണി. കണ്ടോ, ഒരേ സംഖ്യ തന്നെ വീണ്ടും വീണ്ടും കൂട്ടി ചെയ്യുന്നതിനാണ് സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. അല്ലാത്തതൊക്കെ എന്താ, ഇതല്ല. അരിത്മെറ്റിക് സീക്വൻസിനൊക്കെ ഓരോ നമ്പറിനെയും നമ്മൾ ഇതിനെയൊക്കെ എന്താ, ഓരോ ടേംസ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇതൊരു ടേംസ് ആണ്, ഇതൊരു ടേംസ് ആണ്, ഇതെല്ലാം ടേം എന്നാ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണ്ട കോമൺ ഡിഫറൻസ് ഫസ്റ്റ് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എഴുതുന്ന നമ്പറിൻ്റെ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം. ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ട് നമുക്ക് ഇപ്പോൾ എത്രാമത്തെ ടേമാണ് അല്ലേ. ഇവിടെ നമ്മൾ മുമ്പ് ചെയ്തായിരുന്നല്ലോ ഇനി എത്രാമത്തെ ടേമാണ്, ലാസ്റ്റ് ടേം. AN എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ലാസ്റ്റ് ടൈം. ഇനി പറയാനാണെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പറയാനുണ്ട് കുഞ്ഞുങ്ങളെ. അതായത് ഒരു AP അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് വെച്ചാൽ അത് പോസിറ്റീവ് നമ്പർ ആകാം, നെഗറ്റീവ് നമ്പർ ആകാം, 0 ആവാം കേട്ടോ. കോമൺ ഡിഫറൻസിനെ D എന്ന നമ്പർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഓരോ നമ്പറിനെയും ടേംസുകൾ എന്നാണ് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ ജനറൽ ഫോം ഓഫ് ആൻ AP ഞാൻ തന്നായിരുന്നല്ലോ. ഈ ജനറൽ ഫോം ഓഫ് ആൻ AP നല്ലതുപോലെ അറിഞ്ഞിരിക്കണം കേട്ടോ. നാളെ നമ്മൾ ടെസ്റ്റിൻ്റെ 1ാമത്തെ കണക്ക്. അപ്പം നിങ്ങൾ ഇത് കണ്ടിട്ട് മനസ്സിലായെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ കുഞ്ഞുങ്ങളെ, എന്നിട്ട് ബാക്കി ഇടാം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് കണ്ട് മനസ്സിലാക്കി പോവുക. 10ാം ക്ലാസ്സാണ്. എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയുക. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.